വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ മലയാള സാഹിത്യ മാതൃകകൾ പേപ്പർ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ ആത്മകഥ, ജീവചരിത്രം, യാത്രാവിവരണം, അനുഭവ സാഹിത്യം ഇത്രയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആത്മകഥ 3 ആത്മകഥയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4 അങ്ങനെയാണ് ഇങ്ങനെ പോയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് മുതൽ തുടങ്ങാം. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചാനൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ചെറുകാട് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഗോവിന്ദ പിഷാരടി എന്ന കവി എഴുതിയിട്ടുള്ള ഒരു ആത്മകഥയാണ് ജീവിതപാത എന്ന കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ആശുപത്രിയിൽ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിവൃത്തം എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ചെറുകാട് ആരാണ്, ഗോവിന്ദ പിഷാരടി എന്ന കവി ആരാണ് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ഗോവിന്ദ പിഷാരടിയെക്കുറിച്ച് ചെറിയൊരു കുറിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് ഞാൻ ഒരു ചെറിയ നോട്ടാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്, അത് ഞാൻ വായിക്കാം. ചെറുകാട് ഗോവിന്ദ പിഷാരടി മലയാള സാഹിത്യത്തിലെയും പുരോഗമന പ്രസ്ഥാനങ്ങളിലെയും കരുത്തുറ്റ ശബ്ദമായിരുന്നു ചെറുകാട് എന്ന പേരിലറിയപ്പെടുന്ന ഗോവിന്ദ പിഷാരടി. സാധാരണക്കാരുടെ ജീവിതവും പോരാട്ടങ്ങളും തൻ്റെ കൃതികളിലൂടെ ആവിഷ്കരിച്ച അദ്ദേഹം ഒരു മികച്ച നോവലിസ്റ്റും നാടകകൃത്തും കവിയുമായിരുന്നു. 1914 ഓഗസ്റ്റ് 26 മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള ചെറുകാട് എന്ന ഗ്രാമത്തിലായിരുന്നു ജനനം. അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ചേർന്ന് സജീവമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. ചെറുകാട് ഒരു കവി എന്നതിലുപരി ഒരു മികച്ച നോവലിസ്റ്റായിരുന്നു. കൂടുതൽ അങ്ങനെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ സാമൂഹിക മാറ്റത്തിനുള്ള അടങ്ങാത്ത ആഗ്രഹം പ്രകടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന നോവലുകളാണ് മുത്തശ്ശി, മണ്ണും പെണ്ണും, ശനിദശ തുടങ്ങിയവ. ഇനി മലബാറിലെ കർഷക ജീവിതവും ജന്മിത്തത്തിനെതിരായ പോരാട്ടങ്ങളും ഇവയിലെ ഒരു പ്രധാന പ്രമേയങ്ങളാണ് ഈ കൃതികളിൽ. ഈ പ്രധാനപ്പെട്ട നാടകങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നമ്മളൊന്ന്, വാടക വീട് ആണ്. അപ്പോൾ ഇവ പറയുന്നത് തന്നെ മലയാളം നാടകവേദിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് ഈ നാടകങ്ങൾ വഴി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വായിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ അഭിഷേകമൊക്കെ ഉണ്ടാകുന്നുണ്ട്, ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആത്മകഥ എന്താണെന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ചെറിയൊരു ഇതിവൃത്തം ഞാൻ പെട്ടെന്നൊന്ന് പറയാം. വേറൊന്നുമല്ല, ഇതിനകത്ത് കവിയുടെ കുഞ്ഞമ്മാമൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പുള്ളിക്ക് കാലിൽ ഷുഗർ കയറി കൂടിയിട്ട് കാലൊക്കെ പഴുത്ത് വിങ്ങിയിരിക്കുകയാണ്. അങ്ങനെ പുള്ളിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന സമയത്ത് ആരാണ് ഇരിക്കുന്നത്? നമ്മുടെ കവിയാണ് കൂടെ ഇരിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരൻ ഈ പറയുന്ന കുഞ്ഞമ്മാമൻ പഴയ കാലത്ത് ഈ കവിയോട് അത്ര നന്നായിട്ടൊന്നും അല്ല പെരുമാറിയത്. പക്ഷേ ഒരു രോഗാവസ്ഥ വന്നപ്പോൾ ആര് തന്നെ വേണ്ടി വന്നു? മരുമകൻ തന്നെ വേണ്ടി വന്നു. അപ്പോൾ അതിനെപ്പറ്റി പറയാണ്. മാത്രമല്ല കുഞ്ഞമ്മാമൻ്റെ ഒരു അടുപ്പക്കാരനായിട്ടുള്ള സെയ്താലിയെക്കുറിച്ച് പറയുന്നുണ്ട്. സെയ്താലി സഹായിച്ചതിനെ പറ്റി പറയുന്നുണ്ട്. ഡോക്ടർ റാവു എന്നുള്ള ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു ഡോക്ടറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഒരു തട്ടിപ്പുകാരനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സിലൂടെ ഈ ഒരു ആത്മകഥ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആശുപത്രിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സംഭവ വികാസങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ആത്മകഥയിൽ പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ ടെക്സ്റ്റ് ഫുള്ളായിട്ട് വായിച്ചു നോക്കിയാൽ നല്ല രീതിയിൽ അത് വിവരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള ചെറിയൊരു വിവരണമാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, എന്താണ് ജീവിതപാത? അതായത് ചെറുകാടിൻ്റെ ആത്മകഥയായ ജീവിതപാത വെറും ഒരു വ്യക്തിയുടെ കഥ മാത്രമല്ല, അത് ആ കാലഘട്ടത്തിലെ കേരളത്തിലെ സാമൂഹിക മാറ്റങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെയും ചരിത്രം കൂടിയാണ്. 1976 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1977
കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഈ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ആത്മകഥയിൽ ചെറുകാട് ആശുപത്രിയെ ഒരു വിദ്യാലയത്തോട് ഉപമിക്കുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് താഴെ പറയാം. ഒന്നാമത് സമത്വം. അതായത് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും രോഗത്തിന് മുന്നിൽ തുല്യരാണെന്ന് അവിടെ തെളിയുന്നു. പിന്നെയുള്ളത് അഹങ്കാരത്തിൻ്റെ തകർച്ചയാണ്. അതായത് ആരോഗ്യവാനായിരുന്നപ്പോൾ അധികാരവും തറവാട്ട് മഹിമയും കാണിച്ചിരുന്ന മനുഷ്യർ രോഗാവസ്ഥയിൽ നിസ്സഹായരായി മാറുന്നത് ഇവിടെ കാണാം. അത് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് കുഞ്ഞമ്മാമനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഒരു കാരണവരായിരുന്നു. മരുമക്കത്തായ സമ്പ്രദായമൊക്കെ ആയിരുന്നു ആ തറവാട്ടിൽ നിന്ന് നിലനിന്നിരുന്നത്. അപ്പോൾ അവിടെ ഭരിച്ചിരുന്നത് ഈ ഒരു കുഞ്ഞമ്മാമനായിരുന്നു. അപ്പോൾ വലിയൊരു പ്രമാണിയായിട്ടൊക്കെ തറവാട് ഭരിച്ചിരുന്ന ഒരാൾ ഒരു രോഗം വന്ന് കിടപ്പിലായപ്പോൾ നിസ്സഹായനായി പോയ ഒരവസ്ഥയാണ് കവി അവിടെ പറയുന്നത്. നെക്സ്റ്റ് ഈ ആത്മകഥയിൽ പറയുന്നത് മനുഷ്യത്വമാണ്. ജാതിയും മതവും നോക്കാതെ മനുഷ്യർ പരസ്പരം സഹായിക്കുന്ന കാഴ്ച ആശുപത്രികൾ കാണാം. ഈ പാഠങ്ങളാണ് ആശുപത്രി ഒരു വിദ്യാലയമാക്കുന്നത് എന്ന് കവി ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിനകത്ത് പറയുന്നുണ്ട് കുഞ്ഞമ്മാമനും സെയ്താലിയും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ പറ്റി പറയുന്നുണ്ട്. സെയ്താലി എന്നുള്ളത് കുഞ്ഞമ്മാൻ്റെ തറവാട്ടിലെ ഒരു പാട്ടക്കാരനായിരുന്നു, ഒരു കുടിയാനായിരുന്നു സെയ്താലി. എന്നാൽ കുഞ്ഞമ്മാമൻ രോഗിയായപ്പോൾ ഒരു മകനെ പോലെ കൂടെ നിൽക്കുന്നത് സെയ്താലിയാണ്. പിന്നെ പറയുന്നത് ഈ നിസ്വാർത്ഥതയെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. അതായത് തൻ്റെ കൈവശമുണ്ടായിരുന്ന 100 രൂപ, അക്കാലത്ത് അതൊരു വലിയ തുകയാണ്, കുഞ്ഞമ്മാമൻ്റെ ചികിത്സയ്ക്കായി സെയ്താലി നൽകുന്നു. തൻ്റെ യജമാനോടുള്ള സ്നേഹവും കടപ്പാടും ഇതിലൂടെ വെളിപ്പെടുന്നുണ്ട്. പിന്നെ പറയുന്നത് മനുഷ്യത്വത്തിനെ കുറിച്ചാണ്. സെയ്താലി കുഞ്ഞമ്മാമനെ തൻ്റെ പണപ്പെട്ടിയെന്നും കുഞ്ഞമ്മാമൻ സെയ്താലിയെ തൻ്റെ മടിശീല എന്നും വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ലേഖകൻ ഓർക്കുന്നു. ഇത് അവർ തമ്മിലുള്ള ആഴത്തിലുള്ള വിശ്വാസത്തെ കാണിക്കുന്നു. പിന്നെ പറയുന്ന ഒരു മരുമക്കത്തായ സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് പറയുന്നുണ്ട്. അതായത് കുഞ്ഞമ്മാമൻ പഴയ മരുമക്കത്തായ തറവാട്ടിലെ കാരണവരായിരുന്നു. അക്കാലത്ത് കാരണവന്മാർക്ക് കുടുംബത്തിൽ വലിയ അധികാരമുള്ളവരായിരുന്നു. എന്നാൽ ആ സമ്പ്രദായം തകരുകയും കാരണവർ നിസ്സഹായനാവുകയും ചെയ്യുന്ന ഒരു മാറ്റത്തിൻ്റെ ചിത്രം കൂടി ഈ പാഠം നൽകുന്നുണ്ട്. തൻ്റെ മരുമകനായ ചെറുകാട് തന്നെ ശുശ്രൂഷിക്കാൻ വരുന്നത് ആ മാറ്റത്തിൻ്റെ സൂചനയാണ്. പിന്നെ ലേഖകൻ്റെ ചെറുകാടിൻ്റെ ഒരു മനോഭാവം എന്താണെന്നാണ് പറയുന്നത്. അതായത് കുഞ്ഞമ്മാമൻ പഴയ കാലത്ത് തന്നോട് അത്ര നന്നായല്ല പെരുമാറിയതെങ്കിലും അദ്ദേഹം രോഗിയായി കിടക്കുമ്പോൾ അതൊന്നും മനസ്സിൽ വെക്കാതെ ആത്മാർത്ഥമായി പരിചരിക്കാൻ വേണ്ടിയിട്ട് ചെറുകാട് തയ്യാറാകുന്നു. ഇത് ലേഖകൻ്റെ വിശാല മനസ്സ് കാണിക്കുകയാണ്. ഒരു മാനവികതയെയും എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പറയുന്ന ഒരു ആളാണ് ഡോക്ടർ റാവു. സേവനത്തിൻ്റെ ഒരു പ്രതീകമാണ് അദ്ദേഹം. ഡോക്ടർ റാവു എന്ന കഥാപാത്രത്തിലൂടെ വൈദ്യശാസ്ത്രം ഒരു ബിസിനസ് അല്ല, മറിച്ച് സേവനമാണെന്ന് ലേഖകൻ കാട്ടിത്തരുന്നു. പിന്നെ ആശയവിനിമയം നടത്തുന്നൊരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഇംഗ്ലീഷ് വശമില്ലാത്ത ചെറുകാടും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണങ്ങൾ രസകരമാണ്. ഭാഷയല്ല, മറിച്ച് മനസ്സിലാക്കാനുള്ള ആഗ്രഹമാണ് ആശയവിനിമയത്തിൻ്റെ കാതലെന്ന് ഇവിടെ തെളിയുന്നു. രോഗിയോടുള്ള ഡോക്ടറുടെ പരിഗണനയും കാരുണ്യവും ശ്രദ്ധേയമാണ്. ഇതിനകത്ത് വേറൊരു ആളിനെ കുറിച്ചും കൂടെ പറയുന്നുണ്ട്. അതായത് ഒരു കുഞ്ഞാലിയെക്കുറിച്ച് പറയുന്നുണ്ട്. കുഞ്ഞാലി തൻ്റെ ആരുടെയാണ് കവിയുടെ കയ്യിൽ കിടന്നൊരു മോതിരം മോഷ്ടിക്കുന്നുണ്ട്. അത് കുഞ്ഞമ്മാമനെ കഴുകിപ്പിക്കുന്ന സമയത്ത് അത് ഊരിപ്പോയപ്പോൾ ഈ കുഞ്ഞാലി അത് മോഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ വശങ്ങളിലും കൂടെ ആശുപത്രിയിലുള്ള ആ ഒരു ജീവിത സാഹചര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് കവി ഈ ആത്മകഥയിലൂടെ. ഇനി ചെറിയ പരീക്ഷയ്ക്കുള്ള ചെറിയ ടിപ്സുകളാണ് ഞാൻ പറയുന്നത്. അതായത് സെയ്താലിയുടെ സ്വഭാവ വിശകലനം ചെയ്യാൻ ചോദിച്ചാൽ എഴുതേണ്ടത് വിശ്വാസം, നിസ്വാർത്ഥത, ജാതിമത ചിന്തകൾക്കപ്പുറമുള്ള സ്നേഹം എന്നിവ എഴുതണം. അതുപോലെ ആശുപത്രി ഒരു വിദ്യാലയം, ഈ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചാൽ എഴുതാനുള്ളതാണ് അവിടെ മനുഷ്യർ പഠിക്കുന്നത് സമത്വത്തിൻ്റെയും നിസ്സഹായതയുടെയും പാഠങ്ങളാണ്. അത് വിവരിച്ചു കൊടുക്കണം. ശീർഷകത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ രോഗവും വേദനയും മനുഷ്യരെ എങ്ങനെ ഒന്നിപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതിനാണ് ഈ പേര് അനർത്ഥമാക്കുന്നത്, ആശുപത്രി എന്നൊരു പേര്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് യൂണിറ്റാണ്. ഇനി സെക്കൻഡ് യൂണിറ്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ തന്നെ കാണാം.